में प्रभु का ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് വളരെ ശക്തമായി ഈ സാക്ഷ്യം ഇവിടെ പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഈ ദിവസങ്ങളിൽ വളരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഈ സാക്ഷ്യവുമായി ഇന്നിവിടെ വന്നിരിക്കുന്നത്. आज मैं जो गवाही दे रही हूँ, प्रभु की पवित्र आत्मा ने बड़े स्पष्ट रीति से मुझे प्रेरणा देने के कारणवश मैं आपके सामने खड़ी हूँ. ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഈ ടീമിലുള്ളത് മെജോറിറ്റി കർത്താവിന്റെ ദാസന്മാരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്. और हमारे इस जो ग्रुप में शामिल होने वाले अधिकांश लोग जो हैं परमेश्वर के दास लोग हैं और प्रभु की सेवकाई में शामिल होने वाले लोग हैं. അവരുടെ കുടുംബങ്ങളിലോ അവർ ശുശ്രൂഷിക്കുന്ന സഭകളിലോ പല വ്യത്യസ്ത അവസ്ഥകളിലുള്ള ആൾക്കാരുണ്ട്. और उनके परिवार में चाहे हो या उनके कलीसिया में क्यों ना हो, अलग अलग स्तर में रहने वाले लोगों को वहां पर हम देख पाते हैं. പല തരത്തിലുള്ള രോഗികളുണ്ട്, മരണത്തോട് പോരാടുന്നവരും ഡോക്ടർമാർ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞവരും ഉണ്ടാകാം. हो सकता है कि उनके बीच में कई प्रकार के बीमार से ग्रसित लोग होंगे और शायद डॉक्टरों ने भी उनके ऊपर उम्मीद और आशा छोड़ दिए हुए अवस्थाओं में वे पाते होंगे. എന്നാൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും അതിൽ കൂടി അവരുടെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും പോകുന്ന ഒരു സാക്ഷ്യമാണ് ഇന്നത്തേത്. तो उन लोगों को विश्वास में किस प्रकार से दृढ़ कराना है या अपने विश्वासियों को ऐसे मुश्किल समयों में विश्वास में कैसे उन्हें बलवंत कराना है, उनके लिए विशेषकर ये गवाही को मैं दे रही हूँ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ലാസറിന്റെ അനുഭവം കാണുന്നു. हम यूहन्ना के सुसमाचार उसके 11वें अध्याय में जब हम आते हैं तो वहां हम लाजर की जो कहानी को हम पढ़ते हैं. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണത്. ये सबको ही जानने वाला एक कहानी है ये. ലാസറിന്റെ കുടുംബം യേശുക്രിസ്തുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ഭവനമായിരുന്നു. എന്നാൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ലാസർ രോഗിയായി കിടന്നു മരിക്കാനിടയായി. लाजर का परिवार जो है यीशु मसीह से करीब मित्रता रखने वाली एक परिवार थी, परंतु कुछ समय के पश्चात जो है लाजर जो है बीमार हो जाते हैं और उसके बाद उसका मृत्यु हो जाता है. സംഭവം നടക്കുമ്പോൾ കർത്താവ് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. और जब ये घटना होती है तो यीशु मसीह जो है कहीं दूर एक स्थान में था. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കി കൊടുത്തു. यीशु मसीह को यीशु मसीह ये जान जाता है कि लाजर का मृत्यु हो चुका है. എന്നാൽ 4 ദിവസത്തിന് ശേഷമാണ് കർത്താവ് ആ ഭവനത്തിൽ വന്നത്. परंतु 4 दिन के पश्चात जो है यीशु मसीह लाजर के घर में पहुंचता है. അവിടെ വന്ന് വിവരം അന്വേഷിച്ചപ്പോൾ ലാസറിന്റെ സഹോദരി മാർത്ത പറയുകയുണ്ടായി, ഇനിയും എന്താ പ്രയോജനം, അവൻ മരിച്ചിട്ട് 4 ദിവസമായി, ഖബറിലാണ്, ശരീരം നാറ്റം വെച്ചു തുടങ്ങിയിരിക്കും. और यीशु मसीह आता है उनके घर में, उनसे पूछताछ करता है तो लाजर के बहन इस प्रकार से यीशु मसीह को उत्तर देता है कि यीशु उसे मरकर 4 दिन बीत चुका है, अब तो उसके शरीर में से बदबू आता होगा. അപ്പോൾ യേശു മാർത്തയോട് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. यीशु मसीह जो है मार्ता से ये ऐसे उत्तर देता है, यदि तू विश्वास करेगी तो परमेश्वर की महिमा को देखेगी. തുടർന്നുള്ള സംഭവങ്ങളെ നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, ആ കല്ലറയിൽ നിന്ന് കല്ല് മാറ്റാൻ പറഞ്ഞു. അതിനുശേഷം ലാസറിനോട് പുറത്തു വാന്ന് പറഞ്ഞു. ലാസർ ഒരു പുതിയ മനുഷ്യനെ പോലെ പുറത്തു വന്നു. और आगे की घटना को हम जानते हैं कि यीशु मसीह जो है लाजर को आज्ञा देता है कि वो बाहर आए. लाजर वहां से बाहर आ जाता है. ഈ സംഭവത്തോടനുബന്ധിച്ച് എൻ്റെ ഒരു സാക്ഷ്യം കൂടി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. और इस घटना से संबंधित रखते हुए प्रभु के दासी अपने गवाही को देना चाहती हैं. കർത്താവിന്റെ നിയോഗപ്രകാരം, ദൈവഹിതപ്രകാരം എൻ്റെ ഇഷ്ടത്തിനെതിരെ 1986 ഞാൻ സൗദി അറേബ്യയിലേക്ക് നേഴ്സിന്റെ ജോലിക്കായിട്ട് കടന്നുപോയി.
प्रभु की इच्छा के अनुसार मेरे इच्छा के विरोध में मैं जो हूँ 1986 में सऊदी अरेबिया में नौकरी के सिलसिले में मैं चली गई। ഞാൻ പോയ സമയത്ത് ഞാനൊരു മർത്തോമ സമുദായത്തിലെ അംഗമായിരുന്നു. और प्रभु के दासी जब उस स्थान में नौकरी के लिए जाती हैं तो वे एक नामदारी कलीसिया में आमीन एक जो है सदस्यता रखने वाला एक व्यक्ति रहा। ഞങ്ങളുടെ നാട്ടിലെങ്ങും പെന്തിക്കോസ്തുകാരോ പെന്തിക്കോസ് സഭകളോ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ എനിക്ക് പരിചയമോ ഇല്ലായിരുന്നു. उनके गांव में ना तो कोई पेंटिकोस की कलीसियाएं हुआ करता था, ना उनसे किसी से भी उनका कोई संबंध वे रखे हुए थे। അത് കാരണം ഈ സഭകളിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കണ്ടിട്ടില്ല. इसलिए इस कारणवश जो है कलीसिया में होने वाले किसी भी प्रकार के अद्भुत कामों को या आश्चर्य कर्मों को उन्होंने अपने सामने नहीं देखा था। എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഞാനത് നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ കർത്താവിന്റെ കരങ്ങൾ എന്നെ ഡയറക്റ്റ് ആയിട്ട് എന്നെ ഒരു ദർശനത്തിൽ കൂടി തന്റെ കരത്തിൽ തൈലമൊഴിച്ച് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. और आमीन, मैंने मेरे गवाहियों को पहले दे चुकी हूँ कि वहां जाने के पश्चात परमेश्वर स्वयं मेरे जीवन में उतर आकर किस प्रकार से प्रभु के अभिषेक से मुझे प्रभु ने भर दिया है, ये अनुभवों को मैं अपने जीवन में कर पाई। പിറ്റേ വെക്കേഷന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെയും ആഗ്രഹത്തിനെതിരെ ഞാൻ നാട്ടിൽ വെച്ച് ബാപ്റ്റിസം എടുത്തു. और उसके पश्चात जब छुट्टियों में मैं घर आई तो पति के विरोध में भी क्यों ना हो, मैं परमेश्वर में बपतिस्मा लेने के लिए मैं अपने आप को समर्पित किया है की थी। ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ നാട്ടില് ഒരു സഭ ആരംഭിച്ചിരുന്നു. और इसी एक साल के दरमियान हमारी कलीसिया गांव में कलीसिया का स्थापना भी हुआ था। അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മടങ്ങിപ്പോയി സൗദിയിൽ ചെന്നിട്ട് എൻ്റെ റൂമിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. और उसके पश्चात जो है प्रभु की दासी अपने काम के सिलसिले में वे सऊदी लौट कर चली गई और उनके वो उस स्थान में अपने कमरे में उन्होंने एक प्रार्थना का एक कार्यक्रम शुरुआत किया। മുഹമ്മദ് നബി ഒഴികെ മറ്റൊരു ദേവന്മാരുടെയും പേര് പറയുവാൻ അനുവാദമില്ലാത്ത നാട്. और सऊदी ऐसा एक राज्य है या एक राष्ट्र है जहाँ पर ना उनके उनके जो नबी के नाम के अलावा और कोई भी देवी देवताओं का नाम लेना वहां पर आमीन पाबंदी है। തലവെട്ടുകയായിരുന്നു അന്നത്തെ ശിക്ഷാ നിയമം. और उस समय का जो नियम इस प्रकार सख्त था कि यदि कोई ऐसा करते हुए पाया जाए तो उनका सिर को काट दिया जाएगा। എന്നാൽ ദൈവാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ എൻ്റെ റൂമിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. परंतु परमेश्वर की आत्मा के प्रेरणा के अनुसार प्रभु के दासी ने अपने घर में एक प्रार्थना का एक आमीन जो सभा को शुरुआत किया। ഒറ്റ പെന്തിക്കോസ്ത് കാരി മാത്രമേ അന്ന് അവിടുത്തെ ഫിലിപ്പിനോസിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പല കത്തോലിക്കരായിട്ടുള്ള ഫിലിപ്പിനോസ് സ്പെഷ്യലിയും മറ്റെല്ലാ രാജ്യക്കാരും കടന്നു വന്ന് ഞങ്ങളുടെ റൂമിൽ ഇരിക്കാനും നിൽക്കാനും ഇടയില്ലാത്തതുപോലെ പായ്ക്കപ്പായി. और वहां पर उस समय में जो है एक ही एक पेंतिकोस अनुभव की एक बहन वहां पर आमीन हुआ करता था, परंतु बाकी सभी लोग जो हैं नामदारी कलीसिया में जाने वाले लोग थे। परंतु परमेश्वर ने ऐसा समय दिया, अवसर दिया कि उनमें से कई लोग आमीन उस प्रार्थना सभा में आया करते थे और घर भर कर लोग वहां पर जमा होते थे। എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8:30 മണി വരെ ഈ പ്രാർത്ഥന തുടർന്നു. हर दिन जो है शाम को 7 बजे से लेकर 8:30 बजे तक ये प्रार्थना सभा चलती रहती थी। പിറ്റേ മാസം തന്നെ ഒരു മലയാളി ക്രിസ്ത്യാനി ആയിരുന്ന കുട്ടി തന്നെ എനിക്കെതിരായി കംപ്ലൈന്റ് എഴുതി കൊടുത്തു. और उसी के अगले महीने होते ही एक मलयाली बहन जो है आमीन इनके विरोध में शिकायत को उनके लोगों तक पहुंचा दिया।
എല്ലാ ദിവസവും ഞാൻ അവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എല്ലാ രാജ്യക്കാരും കൂടി വരുന്നുണ്ട്, പാട്ട് പാടുന്നു. അതിനുശേഷം ഞാൻ അവരുടെ നടുക്ക് മുട്ടിന്മേൽ നിന്ന് ദൈവവചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും. और उन्होंने इस प्रकार का शिकायत किया कि हर दिन यहाँ पर प्रार्थना चलते हैं, अलग अलग भाषा बोलने वाले देश के लोग इनके घर में कमरे में जो हैं इकट्ठे होते हैं और ये लोग प्रार्थना करते हैं, गीत गाते हैं और वचन को बोलते हैं. അഡ്മിനിസ്ട്രേഷൻ എന്നെ വിളിച്ചു, ഇൻഫോം ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന്. और वहाँ के जो प्रशासन के लोग हैं उन्होंने हमें बुलाए और हमें इस बात का सूचना दिया, परंतु उन्होंने इस प्रकार से कहने लगे कि हम ये बात पे विश्वास नहीं करते हैं. എന്നാൽ ഞാനതല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കാതെ തന്നെ ഞാനൊരു റിട്ടേൺ റിപ്ലൈ കൊടുത്തു. और परंतु मैंने उनको नकारते हुए मैंने कहा कि मैं ऐसा करती हूँ और मैंने सारी बातों का विवरण एक लिखित रूप में उन तक पहुंचा दिया. അഡ്മിനിസ്ട്രേഷന് എന്നെ വളരെ റെസ്പെക്റ്റ് ആയിരുന്നു. ബെസ്റ്റ് നേഴ്സായിട്ട് തന്നെ അവർ നേരത്തെ സെലക്ട് ചെയ്തതുകൊണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയതാണ്. और वहाँ के प्रबंधन करने वाले लोग जो हैं वे बहुत मुझे आदर करते थे और उसी के लिए उन्होंने मुझे वहाँ के इन सब कुछ को देखभाल करने के लिए उस पदवी में मुझे वहाँ पर रखा हुआ था. അവരെൻ്റെ അടുത്ത് വാൺ ചെയ്തു, ഞങ്ങളിത് ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ, പക്ഷെ വെളിയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും നിന്നെ അവർ വന്ന് പിടിക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. उन्होंने मुझसे चेतावनी दिया कि हमारे लिए ये कोई बात नहीं है, परंतु यदि बाहर किसी और अधिकारियों के कान तक पहुंच जाएंगे तो वे आपको आकर पकड़ कर ले जाएंगे, गिरफ्तार करेंगे, फिर हम आपको बचा नहीं पाएंगे. അതുകൊണ്ട് നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. इसलिए आप बड़े सावधानी से रहना है. അവിടെ ഫെയിൽ ആയപ്പോൾ ഈ കംപ്ലൈന്റ് കൊടുത്തവര് 2 പ്രാവശ്യം ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു. और यहाँ प्रबंधन करने वाले लोगों के पास जब ये काम नहीं बना तो ये जिन्होंने शिकायत किया था उन्होंने जाकर उच्च जो ऑफिस के लोग हैं उनके पास तक मेरे बारे में शिकायत पहुंचाया. അവിടെയും ഒന്നും നടന്നില്ല എന്ന് കണ്ടിട്ട് അവര് പ്രിൻസിന്റെ ഓഫീസിൽ വരെ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു. और वहां पर भी जब कुछ काम नहीं बन रहा है ऐसे जब लगने लगा तो राजकुमार के पास तक, उनके दफ्तर तक ये शिकायत को उन्होंने पहुंचा दिया. എന്നാൽ ആ കംപ്ലൈന്റ് കൊടുത്ത സിസ്റ്ററിന് കൂട്ടുനിന്ന ഒരു പാകിസ്ഥാനി ഡോക്ടർ ഉണ്ടായിരുന്നു. परंतु ऐसा हुआ कि जिन्होंने शिकायत किया था उनके साथ एक पाकिस्तानी डॉक्टर भी शामिल थे. ആ ഡോക്ടർ ഭയന്ന്, കാരണം താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലായി. കാരണം എന്നോട് ഫേവറബിൾ ആയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ പെരുമാറിയതെന്ന് കണ്ടിട്ട് ഡോക്ടർ ഭയന്ന് പിറ്റേ മാസം എമർജൻസി ലീവ് ആക്കി നാട്ടിൽ പോയി, പിന്നെ മടങ്ങി വന്നില്ല. और वो डॉक्टर ये बात में भयभीत हो गए कि इतना सब शिकायत करने के बावजूद जो है इनके जो इनके तरफ में सारी बातों को लोग करते आ रहे हैं, प्रशासन करते आ रहे हैं, और ये बात के भय में वो डॉक्टर जो हैं तत्कालीन छुट्टी लेकर वे अपने देश चले गए, फिर वापस लौट कर नहीं आए. ആ സിസ്റ്റർ പിറ്റേ മാസം എമർജൻസി മോന് സുഖമില്ല എന്ന് പറഞ്ഞ് ടെലഗ്രാം വരുത്തി നാട്ടിലേക്ക് പോയി, പിന്നെ മടങ്ങി വന്നില്ല. और वो बहन ने भी उसके अगले महीने जो है उन्होंने भी तत्कालीन जो है टेलीग्राम मंगवा कर कि उनके बेटा ठीक नहीं है ऐसे कहकर वे भी अपने देश लौट गई, फिर वो कभी लौट कर नहीं आई. ഇവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കുമെന്നുള്ള ഭയമാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. और कारण ये भी था कि ये दोनों आपस में अपने मित्रता को रखते थे और इनके बारे में मैं यदि शिकायत कर दूं तो उनको मुश्किल हो जाएंगे, ये बात को भी भय के कारण उन्होंने ऐसा एक कदम उठाकर वे अपने अपने देश में चले गए. എന്നാൽ ഒരു പ്രതികൂലവും കൂടാതെ ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പ് മുന്നോട്ട് പോയി. और ऐसा हुआ कि कोई भी विरोध के बिना
हमारी जो प्रार्थना सभा था वो चलता गया। കൂടി വന്ന മെജോറിറ്റി മെമ്പേഴ്സും അവരുടെ നാടുകളിൽ തിരികെ പോയി ബാപ്റ്റിസം എടുത്തു. और आए हुए जो अधिकांश लोग थे वे सब बाद बाद में जो है अपने अपने देश में चले गए. അവിടെ പോയി അവര് ബാപ്റ്റിസം എടുത്തു. ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് 1990 ഒരു സംഭവം ഉണ്ടായി. और ऐसे बीच में जो काम चलते आ रहे थे उसके बीच में एक और घटना हुआ. 1990 साल में एक और ऐसी अनुभव हुआ है. പല സംഭവങ്ങൾ ഉണ്ടായി, അതിലൊന്നാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. और बहुत सारी घटनाएं उसके बीच में हुई, परंतु उसमें से एक बात को मैं आपको बताना चाहता हूँ. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വാർഡിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. एक दिन मेरे सारे ड्यूटी खत्म होने के पश्चात प्रार्थना के लिए मैं जब अपने आप को तैयार कर रही थी तब मेरे वार्ड में से एक फोन कॉल मुझे इस प्रकार से आया. അവിടെ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു റെഫറൻസ് ഹോസ്പിറ്റലാണ്. അതായത് സീരിയസ് പേഷ്യൻസിനെ എല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിടുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഹോസ്പിറ്റലായിരുന്നു. और इनका जो अस्पताल था वो दूसरे जगहों से जो गंभीर स्थिति में पाए जाने वाले मरीजों को भेजे जाने वाला एक हॉस्पिटल था. तो वहां से एक किसी का बीमारी के सिलसिले में इनके पास एक कॉल पहुंचता है. ഫിലിപ്പിനോ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങളുടെ വാർഡില് ഒരു ഫിലിപ്പിനോ നേഴ്സിനെ വേറൊരു വില്ലേജ് ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. और एक फिलिपिनो नर्स ने प्रभु के दासी को इस प्रकार से खबर पहुंचाया कि उनके वार्ड में कहीं और जगह से एक गांव से एक नर्स को वहां पर पहुंचाया गया है. വളരെ സീരിയസ് കണ്ടീഷനാണ്, അൺകോൺഷ്യസ് ആണ്. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തിനകം മരിച്ചു പോകുമെന്നാണ്. और उनका स्थिति बहुत गंभीर है और डॉक्टरों ने इस प्रकार से उनके बारे में कहा है कि 3 दिन तक ये जीवित रह सकती हैं, उसके बाद ये मर जाएगी. ഹോപ്പില്ലാത്തത് കാരണം അവർ വെന്റിലേറ്ററിലും കേട്ടിട്ടില്ല. और उन्हीं के ऊपर कोई आशा न रहने के कारण उन्होंने उनको वेंटिलेटर में भी नहीं डाला था. ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. और उन्होंने इस प्रकार से कहा कि आप उनके लिए प्रार्थना करना है. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അവിടെ വരികയാണെന്നു. तो प्रभु की दासी ने इस प्रकार उनसे कहा कि ठीक है, मैं वहां पर आती हूँ. എൻ്റെ റൂമില് പ്രാർത്ഥന തുടങ്ങാൻ 10 മിനിറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അത് കാരണം ഞാൻ പെട്ടെന്ന് റൂം ലോക്ക് ചെയ്തിട്ട് ഇവിടെ പാനൊരുങ്ങി, വാർഡിലേക്ക് പാനൊരുങ്ങി. तो प्रभु की दासी के घर में जो निरंतर प्रार्थना प्रतिदिन का होता था उसको शुरू करने के लिए 10 मिनट ही रहते हुए समय में तुरंत उन्होंने अपने घर बंद रूम को ताला लगाकर जो है हॉस्पिटल की ओर रवाना होती हैं. അപ്പോഴത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വന്ന 2 സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു എവിടെ സംഭവം. അവരത് കേട്ടിട്ട് ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞ് എന്റെ കൂട്ടത്തിൽ വന്നു. तब प्रार्थना में आए हुए 2 बहनें ने मुझसे पूछने लगी कि क्या हुआ है, क्या 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 विषय है, हम भी आपके साथ आते हैं. ये बोलते हुए वे भी मेरे साथ आने के लिए तैयार हुए. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നേഴ്സസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത റൂമിലാണ് സിസ്റ്ററിനെ വെച്ചിട്ടുള്ളത്. हम जब वहां पर पहुंचे तो नर्सिंग करने वाले जो नर्सेस लोगों का जो कक्षा होता है उसी के बगल वाले कक्षा में इस नर्स को भर्ती कराया गया था. റൂമില് ആ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അവരുടെ റിലേറ്റീവ്സോ പരിചയക്കാരോ ഒന്നും ആ നാട്ടിലില്ല. और उस कमरे में जो है वो सिस्टर अकेली थी. वहां पर ना तो उनके कोई रिश्तेदार ना तो कोई उनके कोई पहचान वाले उस देश में उस गांव में नहीं रहते थे. ടോട്ടലി അൺകോൺഷ്യസ് ആണ്. ഞങ്ങൾ നുള്ളി നോക്കിയിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ല. वो पूर्ण रीति से बेहोश हालत में पड़ी हुई थी. हमने उनको कई तरह से जगाने की कोशिश की है परंतु उसी के कोई प्रत्युत्तर नहीं दे रही थी. അപ്പോൾ തന്നെ 2 ഫിലിപ്പിനോ ബ്രദേഴ്സ് അവിടെ കടന്നു വന്നു, ബോയ്സ്. तुरंत जो है 2 फिलिपिनी जो भाई लोग हैं वहां पर पहुंच गए.
അവര് വേറൊരു ദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. वो लोग जो हैं दूसरे कहीं देश में काम करने वाले लोग थे। അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ പരിചയക്കാരാണ് ഈ സിസ്റ്ററിന്റെ ഫാമിലി. നാട്ടിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇവരെ വിസിറ്റ് ചെയ്യാൻ വന്നാണ്. और वे लोग जो हैं मीन उनके जो देश में वे आपस में रिश्ते में हैं या पहचान रखते थे, तो गांव से खबर पहुंचने के कारण वो लोग उसे भेंट करने के लिए मिलने के लिए वहां पर पहुंचे थे। അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചോദിക്കാനും പറയാനും ഒന്നും സമയമില്ല, എനിക്ക് വേഗം തിരികെ പോണം. तो हमें वहां पर किसी से बातचीत करने के लिए या कुछ बोलने के लिए समय नहीं रहा था। हमें जल्दी से प्रार्थना करते हुए हमारे घर पे लौटना था। അത് കാരണം ഞാൻ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് പ്രേ. तो मैंने तुरंत उनसे कहा कि आइए हम प्रार्थना करेंगे। പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഞാൻ ദൈവാത്മാവ് എൻ്റെ നാവിൽ തന്ന പാട്ടാണ്, ഇൻ മോമെന്റ്സ് ലൈക്ക് ദിസ് ഐ വിൽ സിംഗ് ഔട്ട് എ പ്രേസ് സോങ് ടു ദി ലോർഡ്, ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ് ആൻഡ് പ്രേസ് ദി ലോർഡ്. और प्रार्थना करने से पहले प्रभु की आत्मा ने मेरे मेन जबान में दिया हुआ एक गीत ये इस प्रकार का था कि ऐसे समयों में मैं परमेश्वर का धन्यवाद करूंगा, मैं प्रभु का स्तुति निरंतर मेरे मुंह से करता रहूंगा। കേൾക്കുന്ന മറ്റുള്ളവരാണെങ്കിൽ ഭ്രാന്താണെന്ന് വിചാരിച്ചേനെ. तो सुनने वाले बाकी बाहर के लोग होंगे तो उन्होंने शायद ऐसा मन में समझा होगा कि ये तो पागल हो गई हैं। സിസ്റ്ററിന് വേണ്ടി കരയുകയോ അതിനെ സുഖമാക്കാൻ പ്രാർത്ഥിക്കുകയല്ല, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പാട്ട്. और गीत इस प्रकार का है कि उस बहन के लिए उस समय रोते हुए या प्रार्थना करते हुए अनुभव में नहीं, परंतु ऐसे क्षणों में हम परमेश्वर का महिमा और स्तुति करेंगे, ऐसे गीत हम गा रहे थे। ഈ രണ്ട് ബോയ്സും എന്റെ സൈഡിൽ നിന്നു ഞങ്ങൾ എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് പാടിയത്. और ये दोनों जो लड़के जो आए हुए थे वो भी हमारे आसपास में खड़े रहकर हम आपस में हाथ धरकर आमीन इस बहन के लिए प्रार्थना कर रहे थे और गीत गा रहे थे। പെട്ടെന്ന് ഞങ്ങള് ആ പാട്ട് പാടി, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിനെ സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ചോടുകയാണ്. और तुरंत हमने उस बहन के लिए प्रार्थना किए और गीत गाकर प्रार्थना किए और प्रभु का धन्यवाद करते हुए हम उस कमरा छोड़कर हम वहां से चले गए। ഞാൻ തിരികെ വരുമ്പോഴ് ആ വാർഡിന്റെ മെയിൻ ഡോറ് തുറന്നിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറും ഒരു പോലീസും ഒരു സൗദിയനും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടന്നു വരുന്നു. और जैसे हम उस वार्ड के उस मुख्य द्वार पर पहुंचे तो वहाँ उस द्वार खुला हुआ देखा गया और वहां पे एक पुलिस इंस्पेक्टर और एक वहां के स्थानीय व्यक्ति जो है अंदर दौड़ते हुए प्रवेश करते हुए हमने देखा। ഞങ്ങൾ ഓടി, ഞാൻ വേഗം റൂമിൽ പോയപ്പോൾ ആൾക്കാരവിടെ എൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാണ്. വാർഡ് മീൻ ഞാൻ റൂം തുറന്ന് അകത്ത് കയറി. हम तुरंत दौड़कर हम अपने मीन जो कमरे हैं वहां पर हम पहुंच गए। हम जैसे वहां पे पहुंचे तो लोग वहां पर इंतजार कर रहे थे। हम तुरंत घर खोलकर जो है हम अंदर प्रवेश कर लिए। അപ്പൊ എനിക്ക് വാർഡിൽ നിന്ന് പിന്നെ ഫോൺ വന്നു. तब मुझे वार्ड से फिर से फोन कॉल आया। അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ സൗദിയന്മാര് നിങ്ങൾ അവിടെ പാടിക്കൊണ്ട് നിന്നപ്പോൾ അവർ വിൻഡോയിൽ കൂടെ കണ്ടു, വിൻഡോ ഗ്ലാസ്സിൽ കൂടെ കണ്ടു. എന്നിട്ട് അവർ പോയി പോലീസിനെ വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വന്നു, ഇവിടെ നിങ്ങളെ തപ്പി വന്നതാണ്, പക്ഷെ വന്നപ്പോഴത്തേന് നിങ്ങൾ പോയി. ഞങ്ങളോട് ചോദിച്ചു ആരായിരുന്നു, ഞങ്ങൾക്ക് ആൾക്കാരെ അറിയത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. और उन्होंने इस प्रकार से हमसे कहा कि आके जो स्थानीय लोग हैं उन्होंने खिड़की से ये बात को देख रहा था कि तुम लोग यहाँ पर आकर गीत गा रहे थे, प्रार्थना कर रहे थे। वो तुरंत जाकर वहां के पुलिस को ये बात खबर पहुंचाए और पुलिस को वो लेकर दौड़ कर आ रहे थे। जब तक वे यहाँ पहुंचे तब तक तुम यहाँ से चले गए थे। वो हमसे पूछताछ कर रहे थे कि कौन वहां पर आए, परंतु हमने भी कहा कि हम वो व्यक्ति को जानते नहीं हैं। ഇതൊന്നും വിഷയമാക്കാതെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. അന്നും റെവലേഷന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ സെഷന് വേണ്ടി പ്രാർത്ഥിച്ചു, നിർത്തി. और ये कोई बड़े मायने ना रखते हुए हमने अपने जो प्रतिदिन की प्रार्थना सभा था वो हम चलाते आए।
हम प्रकाशित वाक्य की उस पुस्तक में हम आधारित बाइबल अध्ययन को कर रहे थे, उसको हमने किए, प्रार्थना की और हमने उस दिन का सभा को समाप्त किया। അത് കഴിഞ്ഞപ്പോഴും വാർഡിൽ നിന്ന് വീണ്ടും ഫോൺ വന്നു. उसके पश्चात फिर से जो है वार्ड से मेरे पास फोन कॉल आया. അവര് പറഞ്ഞു സൗദിമാര് രണ്ടുപേര് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാം അവധിയായിരിക്കുന്ന സമയമാണല്ലോ ഈവനിങ്ങില്, അവരുടെ വീട്ടിൽ പോയി കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു. और जो वहाँ के स्थानीय लोग जो थे वे लोग उस दिन छुट्टी का दिन होने के कारण वहाँ के प्रबंध करने वाले लोग कोई भी वहाँ पर दफ्तर में नहीं थे, तो उनके घर में जाकर उनके इस शिकायत को उन्होंने दर्ज कराए. അഡ്മിനിസ്ട്രേറ്റർ വാർഡിൽ ഫോൺ ചെയ്ത് അവരോട് ചോദിച്ചു എന്താണ് അവിടെ നടന്നതെന്ന്. और वहाँ पे जो प्रबंधन करने वाले जो व्यक्ति था उन्होंने वार्ड में फोन करके ये बात को पूछा कि वहाँ पर क्या घटना हुआ है. സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ ബിസി ആയിരുന്നു, അതുകൊണ്ട് അവിടെ എന്താ നടന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. तो बहनों ने इस प्रकार से खबर दिया कि हम नहीं जानते वहाँ पे क्या हुआ, क्योंकि हम बाकी कामों में व्यस्त थे, इसलिए हम इसके बारे में कुछ जानते नहीं हैं. രണ്ട് സിസ്റ്റേഴ്സും എന്നെ കണ്ടവരാണ്, അവര് തന്നെയാണ് റൂം എനിക്ക് കാണിച്ചു തന്നത്. दोनों बहनें जो हैं उन्होंने मुझे देखा था और उन्होंने मुझे आमीन वो जो कमरा है वो बता कर दिया था. ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് രാത്രി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി. मैं प्रभु का धन्यवाद करते हुए मैं जो है रात को बड़े आराम से शांति से सो गई. പിറ്റേ ദിവസം രാവിലെ अगले दिन सवेरे जब हुआ, ഞാൻ വാർഡിൽ വരെ പോയി ഈ സിസ്റ്ററിന്റെ വിശേഷം അറിയാൻ. मैं वार्ड तक पहुंची इस बहन का हाल चाल को जानने के लिए. അവിടെ ചെന്നപ്പോ അറിഞ്ഞു, അന്ന് വെളുപ്പിനെ തന്നെ അവിടുത്തെ മെയിൻ ഡോക്ടർ വന്നു, ഒരു ജർമ്മൻ ഡോക്ടറാണ്. उस सवेरे वहां पर एक वहां के मुख्य जो डॉक्टर है जो जर्मन का है वहां पे वो पहुंचे. കാരണം അദ്ദേഹത്തിനെയും ഇവര് ഫോൺ ചെയ്തിരുന്നു, उनको അഡ്മിനിസ്ട്രേറ്റർ. भी ये लोगों ने जो प्रबंध करने वाले लोगों ने उनको भी फोन किए थे. പേഷ്യന്റ് സീരിയസ് ആയത് കാരണം ഇതിനിടയ്ക്ക് മരിച്ചു കാണും എന്നാണ് അദ്ദേഹം കരുതിയത്. और उन्होंने ऐसा समझा कि पेशेंट गंभीर होने के कारण वो शायद मर गई होगी, इसके बारे में इसके खातिर उन्होंने फोन किया है, उन्होंने समझा. അദ്ദേഹം വാർഡിൽ വന്നതിന് ശേഷം അഡ്മിനിസ്ട്രേറ്ററുടെ ഫോൺ അദ്ദേഹത്തിന് വന്നു. और तो उन्होंने जब वार्ड पहुंचा तब वहां पर एडमिनिस्ट्रेटर का जो प्रबंधन करने वाले व्यक्ति है उसी का कॉल उन तक पहुंचे. രാത്രിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, അതാരാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. और उनसे इस बात को बताया गया कि रात को ऐसा एक घटना हुआ था, उसका पीछे कौन है इसी के बारे में आपको जांच करना है. അവരുടെ പേര് കണ്ടുപിടിക്കണം, അവരെ ഇന്ന് പോലീസിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. और उनका नाम ढूंढना है, ढूंढ कर पता करना है और तुरंत पुलिस को उनके बारे में जो है बताना है. ഡോക്ടർ അവർക്ക് കൊടുത്ത റിപ്ലൈ, डॉक्टर ने उनको इस प्रकार से जवाब दिया. ഞാൻ എങ്ങനെയാ അവരെ റിപ്പോർട്ട് ചെയ്യുക, അവരാരാണെങ്കിലും? കാരണം ഇന്നലെ ഇനിയും ഞാൻ 3 ദിവസത്തിനകം, മാക്സിമം 3 ദിവസത്തിനകം മരിച്ചു പോകും എന്ന് പറഞ്ഞ് വെന്റിലേറ്ററിൽ പോലും കയറ്റാതിരുന്ന പേഷ്യന്റ് രാവിലെ ഞാൻ വന്നപ്പോഴ് കട്ടിലിൽ ചാരിയിരുന്ന് എന്നോട് സംസാരിച്ചു. और डॉक्टर इस प्रकार से जवाब देते हैं कि मैं कैसे उस व्यक्ति के बारे में, भले वो कोई भी क्यों ना हो, मैं उनके बारे में कैसे शिकायत दर्ज कराऊं, क्योंकि वो जो 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 मरीज जो आए थे इतनी गंभीर स्थिति में आए थे कि वे 3 दिन का समय को हमने उनके लिए रखा हुआ था, परंतु आज जो मैं सवेरे आया तो वे उस बिस्तर में बैठ के मुझसे बातें कर रही हैं. ആർക്കും ഒന്നും പറയാനില്ലാതായി. और ऐसा हुआ कि किसी को भी कुछ कहने के लिए आमीन एक कारण नहीं रहा, ऐसी एक स्थिति में वे पहुंचे. അങ്ങനെ കർത്താവ് വളരെ അത്ഭുതകരമായി അത്ഭുതം പ്രവർത്തിച്ചു. और इस ऐसा परमेश्वर ने बड़े अद्भुत रीति से अद्भुत कामों को हमारे लिए किया. നമ്മൾ ഇന്ന് എപ്പോഴും നോക്കുന്നത് ഡോക്ടർ എന്ത് അഭിപ്രായം പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻസിൽ എന്ത് കാണിക്കുന്നു എന്നാണ്.
हम आज भी कई बार इस प्रकार से देखते हैं कि डॉक्टर ने क्या सलाह दिया है, या आमीन जो हमारे जांच पड़ताल रिपोर्ट में जो है क्या क्या आमीन कमियां बताई गई है, इसी को हम ध्यान देते हैं। എത്ര വിശ്വാസികളെന്ന് പറയുന്നവരും അതിന്റെ പുറകെയാണ് പോകുന്നത്. कितने भी विश्वास करने वाले लोग हैं कहने के बावजूद भी हम उन सारी बातों को ज्यादा आमीन मायने रखते हैं। എന്നാൽ ജീവൻ തന്നവനും ജീവൻ എടുക്കുവാനോ ജീവനെ മുന്നോട്ട് നടത്തുവാനോ പ്രാപ്തിയുള്ളവനുമായ ദൈവത്തെ ആ സമയത്ത് നാം മറന്നുപോകുന്നു. कारण हम ऐसे हो जाते हैं कि जीवन दिया हुआ परमेश्वर और हर समय या किसी भी समय जीवन ले सकने वाला वो परमेश्वर को उस क्षण में हम भूल जाते हैं। മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ് വീണ്ടെടുത്തവനായ ജീവിപ്പിച്ചവനായ കർത്താവിനെ നാം ആ സമയത്ത് മറന്നുപോകുന്നു. और मरकर 4 दिन बीत जाकर भी आमीन जी उठाया हुआ लाजर का वो परमेश्वर को ऐसी स्थिति में हम भूल जाते हैं। ഇത് പ്രത്യേകിച്ച് ദൈവ വേലയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ദൈവ ദാസന്മാരെ ഈ ഒരു സാക്ഷ്യം കൊണ്ട് ബലപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇത്രയും സമയം ഉപയോഗിച്ചത്. और विशेषकर सेवकाई में पाए जाने वाले परमेश्वर के दासों को ऐसी स्थिति में हमें एक बल पहुंचाने के लिए और ऐसे स्थिति में हमें क्या करना है, बातों को दिखाने के लिए मैं इतना समय गवाही के लिए ली है। നമ്മുടെ മുൻപിൽ കാണുന്ന പേഷ്യന്റിന്റെ അവസ്ഥയോ ഡോക്ടറുടെ അഭിപ്രായമോ അല്ല നമ്മൾ നോക്കേണ്ടത്. हमारे सामने देखे जाने वाले हमें जो मरीज की स्थिति या डॉक्टर क्या राय देते हैं उसे हम ध्यान ना दें। ജീവൻ തരുവാനും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും ശക്തനായ നമ്മുടെ കർത്താവിനെയാണ്. और जीवन देने के लिए और जी उठाने के लिए सामर्थ्य परमेश्वर की ओर हमें ध्यान देना है। ഇതെന്റെ അനുഭവങ്ങളിൽ ഒരു അനുഭവം മാത്രമാണ്. എന്നാൽ ഈ സാക്ഷ്യം നിങ്ങളെയൊക്കെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങളുടെ അനുഭവങ്ങളിലും ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു.